നമസ്കാരം. വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. റിയാസ് മൗലവി വധക്കേസിൽ പ്രോസിക്യൂഷന്റെ വാദങ്ങൾ തള്ളുന്നു വിധി പകർപ്പ്. കേസിന്റെ ആദ്യഘട്ടം മുതൽക്കേ അന്വേഷണ സംഘത്തിനും പ്രോസിക്യൂഷനും വീഴ്ച സംഭവിച്ചുവെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. പ്രതികളുടെ RSS ബന്ധം തെളിയിക്കാൻ കഴിഞ്ഞില്ല. ഒന്നാം പ്രതിയുടെ വസ്ത്രങ്ങളിൽ കണ്ട രക്തസാമ്പിളുകൾ DNA പരിശോധന നടത്തിയില്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടുന്നു. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. 1 മുതൽ 3 വരെ പ്രതികൾക്കെതിരായിട്ട് സ്ട്രോങ് എവിഡൻസ് ഉള്ള കേസാണ്. അതിൽ ഏത് ന്യായീകരണം പറഞ്ഞു കഴിഞ്ഞാലും ഒന്നാം പ്രതിക്കെതിരായ 100% തെളിവുകൾ, DNA അടക്കമുള്ള തെളിവുകൾ എന്ന് പറഞ്ഞാൽ സ്വീകരിക്കത്തക്കതായ തെളിവുകൾ കോടതിയുടെ മുമ്പിൽ നിരത്തിയിട്ടുണ്ട്. പ്രോസിക്യൂഷൻ വാദങ്ങൾ പാടെ തള്ളുകയാണ് വിചാരണ കോടതി. തുടക്കം മുതൽ അന്വേഷണ സംഘത്തിനും പ്രോസിക്യൂഷനും പറ്റിയ വീഴ്ചകൾ ഓരോന്നും വിധിന്യായത്തിൽ കോടതി എണ്ണി പറയുന്നു. പ്രതികൾക്ക് മുസ്ലിം സമുദായത്തോടുള്ള വെറുപ്പാണ് കൊലപാതകത്തിന് പിന്നിലെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ പ്രധാന ആരോപണം. എന്നാൽ ഇത് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. പ്രതികളുടെ RSS ബന്ധം തെളിയിക്കുന്നതിലും വീഴ്ച സംഭവിച്ചു. കൃത്യമായ തെളിവുകൾ നൽകിയെങ്കിൽ എന്തുകൊണ്ട് നീതി ലഭിച്ചില്ല എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. നിലവാരമില്ലാത്തതും ഏകപക്ഷീയവുമായ അന്വേഷണമാണ് കേസിൽ നടന്നതെന്ന് കോടതി ചൂണ്ടിക്കാണിച്ചു. ഒന്നാം പ്രതിയുടേതെന്ന് പ്രോസിക്യൂഷൻ ആരോപിക്കുന്ന മുണ്ട്, ഷർട്ട് എന്നിവ പ്രതിയുടെ DNA സാമ്പിളുമായി പരിശോധന നടത്തിയില്ലെന്നും കോടതി കണ്ടെത്തി. കേസിന്റെ തെളിവെടുപ്പ് സമയത്ത് പോലും വീഴ്ചയുണ്ടായി. അതിനാൽ പ്രതികൾക്ക് മേൽ ചുമത്തിയ കുറ്റങ്ങൾ നിലനിൽക്കില്ലെന്നും വിധിന്യായത്തിൽ പറയുന്നു. 24 കാസർഗോഡ്. റിയാസ് മൗലവി വധക്കേസ് പ്രതികളെ രക്ഷിക്കാൻ പോലീസും പ്രോസിക്യൂഷനും ഒത്തുകളിച്ചുവെന്ന് പ്രതിപക്ഷം. സംഘപരിവാറുകാർ പ്രതികളായ കേസ് സർക്കാർ ലാഘവത്തോടെ കൈകാര്യം ചെയ്തെന്ന് VD സതീശൻ കുറ്റപ്പെടുത്തി. ഉത്തരേന്ത്യയിൽ പോലും നടക്കാത്ത സംഭവത്തിന്റെ കേസ് നടത്തിപ്പിൽ സംശയമുണ്ടെന്ന് കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു. പോലീസ് കൃത്യമായി കേസ് അന്വേഷിച്ചിട്ടുണ്ടെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പ്രതികരിച്ചു. കേരളം ഏറെ ചർച്ച ചെയ്ത റിയാസ് മൗലവി വധക്കേസിൽ കോടതി വിധി നിരാശാജനകമെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. RSSുമായുള്ള രഹസ്യ ചർച്ചയിൽ ക്രിമിനൽ കേസ് പ്രതികളെ രക്ഷപ്പെടുത്താമെന്ന ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. വിധി ഞെട്ടിപ്പിക്കുന്നതാണെന്നും കേസ് നടത്തിപ്പിൽ പ്രോസിക്യൂഷൻ ഒത്തുകളിച്ചോ എന്ന സംശയം ഉള്ളതായി PK കുഞ്ഞാലിക്കുട്ടി ആരോപിച്ചു. നടന്ന അന്വേഷണത്തിലൊക്കെ വ്യക്തമായ തെളിവ് വന്നതാണ്. തെളിവുകൾ ശക്തമായതുകൊണ്ട് പ്രതികൾക്ക് ജയിലിൽ തന്നെ കിടക്കേണ്ടി വന്നു. ട്രയൽ നടന്നാൽ ശിക്ഷ കിട്ടുമെന്ന് ഉറപ്പിച്ച ഒരു കേസാണ്. അതുകൊണ്ടാണ് എല്ലാവരെയും ഞെട്ടിച്ച ഒരു വിധിയാണ് എന്ന് പറയുന്നത്. കേസ് നടത്തിപ്പിൽ പ്രോസിക്യൂഷന് സീരിയസ് ആയിട്ടുള്ള തകരാറ് സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ കേസിലെ കുറ്റവാളികൾക്ക് തക്കതായ ശിക്ഷ ലഭിക്കണമെന്നും റിയാസ് മൗലവിയുടെ കുടുംബത്തിന് CPIM പിന്തുണ നൽകുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ജുഡീഷ്യറിയുടെ മുമ്പിലാണ് കേസുള്ളത്. ആ ജുഡീഷ്യറിയുടെ മുമ്പിൽ വന്നിട്ടുള്ള കേസിന്റെ അകത്ത് അതിൽ കാലമാറ്റം ഉണ്ടായിരുന്നില്ലല്ലോ, സാക്ഷികളാരും കൂറുമാറിയിട്ടില്ലല്ലോ, ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ വിധി വരുമ്പോഴും നമ്മൾ ഉദ്ദേശിച്ച വിധിയല്ല ഉണ്ടായത്. കുറ്റവാളികൾക്ക് ശരിയായ രീതിയിൽ ശിക്ഷ നൽകണം. വിധിക്ക് പിന്നാലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ സൈബർ പെട്രോളിംഗ് ശക്തമാക്കി പോലീസ്. വിദ്വേഷ പ്രചാരണം നടത്തുന്നവർക്കെതിരെയും പങ്കുവെക്കുന്നവർക്കെതിരെയും കർശന നടപടി സ്വീകരിക്കുമെന്നാണ് മുന്നറിയിപ്പ്. 24 മലപ്പുറം. നോക്കാമിനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. In association with Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പും സ്വർണ്ണക്കടത്തും പരാമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വർണ്ണക്കടത്തിന്റെ ശൃംഖല ഏത് ഓഫീസ് വരെ എത്തിയെന്ന് എല്ലാവർക്കും അറിയാം. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാക്കളുടെ പേര് ഉയർന്നു വന്നു. അഴിമതിക്കാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകും. ED പിടിച്ചെടുത്ത പണം നിക്ഷേപകർക്ക് തിരിച്ചു നൽകുമെന്നും പുതിയ BJP സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം നിയമസാധ്യതകൾ തേടുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി കേരളത്തിലെ BJP പ്രവർത്തകരോട് ഓൺലൈനിലൂടെ സംവദിക്കുകയായിരുന്നു. R അച്യുതൻ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അച്യുതൻ, ബൂത്ത് ഭാരവാഹികളുമായുള്ള അഭിസംബോധന, അതിൽ കരുവന്നൂർ കേസ് വിശദമായി തന്നെ പരാമർശിക്കുന്നു മോദി. ഒപ്പം തന്നെ സ്വർണ്ണക്കടത്ത് കേസും. എന്താണ് മോദിയുടെ വാക്കുകൾ അച്യുതൻ? റീജിത്തെ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഈ കേരളത്തിലെ കാര്യകർത്താക്കളുമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംവദിച്ചത്. ഇതിൽ പ്രധാനമായും ഉയർന്നു വന്ന 2 വിഷയങ്ങൾ, ഒന്ന് സ്വർണ്ണക്കടത്ത് കേസും അതുപോലെ തന്നെ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമാണ്. ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട അദ്ദേഹം നടത്തിയ പരാമർശം, ഈ സ്വർണ്ണക്കടത്തിന്റെ ശൃംഖല അത് ഏത് ഓഫീസ് വരെ എത്തി എന്നുള്ളത് കേരള ജനതയ്ക്ക് അറിയാം. ഇനി കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാക്കളുടെ പേര് ഇതിൽ ഉയർന്നു വന്നിരുന്നു.
തട്ടിപ്പിൽ ഇടതുപക്ഷ നേതാക്കളോട് കേരള ജനത ഒരുപാട് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. പാവങ്ങളുടെ പൈസ ആരാണ് കബളിപ്പിച്ചുകൊണ്ട് പോയതെന്ന് എല്ലാവർക്കും അറിയാം. അഴിമതിക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും പ്രവർത്തകർക്ക് നരേന്ദ്രമോദി ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ഇഡി പിടിച്ചെടുത്ത പണം അത് നിക്ഷേപകർക്ക് തിരികെ നൽകും. ഇതിനായുള്ള മാർഗങ്ങൾ തേടുകയാണ്. മോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നതിന് ശേഷം അതിലേക്ക് കടക്കുമെന്നുള്ള കാര്യം കൂടി ഉറപ്പുകൂടിയാണ് നരേന്ദ്രമോദി നൽകിയിരിക്കുന്നത്. മറ്റൊരു കാര്യം എന്നുള്ളത് ഈ പ്രചാരണ ശൈലി, കേരളത്തിലെ പ്രചാരണ ശൈലി അടിമുടി മാറ്റങ്ങൾ വരുത്താൻ കൂടി മോദി ഇന്ന് പ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ സ്ഥാനാർത്ഥികളുടെ പര്യടനങ്ങൾ, അതുപോലെ തന്നെ മറ്റ് ക്യാമ്പയിനുകൾ, ഇതിന്റെ എല്ലാം ഹ്രസ്വ വീഡിയോകൾ, റീൽസ് എന്ന് വിളിക്കുന്ന ഹ്രസ്വ വീഡിയോകൾ ചിത്രീകരിച്ച് അത് സമൂഹ മാധ്യമങ്ങൾ വഴി വ്യാപകമായി പ്രചരിപ്പിക്കണമെന്നുള്ള നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. ബൂത്ത് തലത്തിൽ പ്രവർത്തനം ശക്തമാക്കിക്കൊണ്ട് ഓരോ ബൂത്തുകളിലും വിജയം നേടുവാനുള്ള പ്രവർത്തനത്തിലേക്ക് മാറണം. അതിന് പ്രവർത്തകർ പരസ്പരം ഒരു കോർഡിനേഷനിലൂടെ അല്ലെങ്കിൽ ഒത്തുചേർന്ന് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടിയാണ് പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നത്. അങ്ങനെ പ്രചാരണ ശൈലി മാറ്റിക്കൊണ്ട് പ്രവർത്തകർക്ക് ആത്മവിശ്വാസം പകർന്നു നൽകുന്ന രീതിയിലുള്ള ഒരു സംവാദമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത്. ശരി, ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. കേരളത്തിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടരുന്നു. തോമസ് ഐസക്, വി മുരളീധരൻ, സി രവീന്ദ്രനാഥ്, എം കെ രാഘവൻ, വി വസീഫ്, കെ എസ് രാധാകൃഷ്ണൻ എന്നിവരാണ് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം പ്രകടനമായെത്തിയാണ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചത്. റിട്ടേണിംഗ് ഓഫീസർ ADM സി പ്രേംജിക്ക് മുമ്പാകെയാണ് ആറ്റിങ്ങലിലെ NDA സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ വി മുരളീധരൻ പത്രിക നൽകിയത്. ഈ തെരഞ്ഞെടുപ്പ് രണ്ട് കാരണങ്ങളാൽ സവിശേഷമായിട്ടുള്ള ശ്രദ്ധ ആകർഷിക്കുന്നതാണ്. ഒന്ന്, ഈ തെരഞ്ഞെടുപ്പ് നരേന്ദ്രമോദി സർക്കാരിന്റെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ സദ്ഭരണത്തിനുള്ള ജനങ്ങളുടെ അംഗീകാരമായിട്ട് മാറാൻ പോവുകയാണ്. രാജ്യവ്യാപകമായിട്ട് തന്നെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ രാജ്യവ്യാപകമായി നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി വീണ്ടും ഒരിക്കൽ കൂടി സർക്കാർ രൂപീകരിക്കും എന്നുള്ള ഒരു ധാരണ, ഒരു വിശ്വാസം രാജ്യവ്യാപകമായിട്ടുണ്ടായിട്ടുണ്ട്. മന്ത്രിമാരായ വീണ ജോർജ്, VN വാസവൻ തുടങ്ങിയവർക്കൊപ്പം എത്തിയാണ് പത്തനംതിട്ടയിലെ LDF സ്ഥാനാർത്ഥി തോമസ് ഐസക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഒരു മണ്ഡലത്തിൽ പുതിയ സ്ഥാനാർത്ഥി വന്നാൽ ഞാൻ ചെയ്ത കാര്യങ്ങളെന്ന് പറയാനുണ്ടാവില്ലല്ലോ. എന്നാൽ ഇവിടെ കഴിഞ്ഞ സർക്കാരിൻ്റെ കയ്യൊപ്പില്ലാത്ത ഒരു പഞ്ചായത്ത് പോലും ഉണ്ടാവില്ല. എന്തെല്ലാം വിസ്മയകരമായ കാര്യങ്ങളാണ് നടന്നത്. അതുകൊണ്ട് അവയെക്കുറിച്ച് പറയാനുണ്ട്. 2, എന്ത് ചെയ്യും, കൃത്യമായൊരു പരിപാടിയുണ്ട്. അത് ഇതുവരെ ഒന്നും അങ്ങനെ ചെയ്യാത്തവർക്ക് നാളെ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഇത് രണ്ടും തന്നെയാണ് മുഖ്യമായിട്ടുള്ള പ്രചരണത്തിന്. ചാലക്കുടി LDF സ്ഥാനാർത്ഥി സി രവീന്ദ്രനാഥ് എറണാകുളം കളക്ടറേറ്റിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തൃക്കാക്കര CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് പ്രവർത്തകർക്കും മന്ത്രി P രാജീവിനുമൊപ്പമാണ് സി രവീന്ദ്രനാഥ് എത്തിയത്. മലപ്പുറത്ത് LDF സ്ഥാനാർത്ഥി വി വസീഫും കോഴിക്കോട് UDF സ്ഥാനാർത്ഥി M K രാഘവനും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. 4 അസംബ്ലിയിൽ പൂർണ്ണമായി കഴിഞ്ഞു, 3 എണ്ണം ബാക്കിയുണ്ട്. ഏപ്രിൽ 2 മുമ്പ് ഞങ്ങൾ അത് 3 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. പിന്നെ സ്ഥാനാർത്ഥി പര്യടന പരിപാടിയാണ്, അത് 3-ാം തീയതി ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. 3 ഘട്ടങ്ങളിലാണ് പര്യടന പരിപാടി. എറണാകുളത്തെ NDA സ്ഥാനാർത്ഥി KS രാധാകൃഷ്ണനും എറണാകുളം കളക്ടറേറ്റിലെത്തി പത്രിക സമർപ്പിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി. തെരഞ്ഞെടുപ്പ് ചട്ടലംഘന പരാതിയിൽ ഇടത് സ്ഥാനാർത്ഥി ഡോക്ടർ TM തോമസ് ഐസക്കിന് വരണാധികാരിയുടെ താക്കീത്. കുടുംബശ്രീ KDISC സംവിധാനങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ചുവെന്ന പരാതിയിലാണ് നടപടി. പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന പരാതിയിൽ തൃശൂരിൽ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയോട് വിശദീകരണം തേടി. തന്റെ ഫ്ലക്സ് ബോർഡുകൾ വ്യാപകമായി നശിപ്പിച്ചുവെന്ന ആരോപണവുമായി ആലപ്പുഴയിൽ NDA സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രനും രംഗത്തെത്തി. കുടുംബശ്രീ KDISC സംവിധാനങ്ങൾ ഉപയോഗിച്ച LDF സ്ഥാനാർത്ഥി ഡോക്ടർ TM തോമസ് ഐസക് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നുവെന്ന UDF പരാതിയിലാണ് നടപടി. തോമസ് ഐസക് നൽകിയ മറുപടി തൃപ്തികരമല്ലെന്ന് കണ്ടെത്തിയതോടെയാണ് വരണാധികാരിയുടെ താക്കീത്. ഇനി ജാഗ്രത കുറവുണ്ടാകില്ലെന്ന് ഡോക്ടർ TM തോമസ് ഐസക് പ്രതികരിച്ചു. കുടുംബശ്രീയുടെ ഔദ്യോഗിക യോഗത്തിൽ പോയി വോട്ട് അഭ്യർത്ഥിച്ചത് ശരിയായിട്ടുള്ള നടപടിയല്ല എന്ന കളക്ടർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള താക്കീതുണ്ട്. അതുകൊണ്ട് ഔദ്യോഗിക യോഗമാണോ എന്ന് പരിശോധിച്ചിട്ട് മാത്രമേ ഇനി പങ്കെടുക്കത്തുള്ളൂ. ഇല്ല, കളക്ടർ പറഞ്ഞാൽ ശരിയാണ്. തൃശൂരിൽ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയോടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടി.
സ്ഥാനാർത്ഥിയുടെ ബ്രോഷറിൽ ആവശ്യം വേണ്ട പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് സംബന്ധിച്ച വിശദാംശങ്ങളില്ല എന്ന CPIM പരാതിയിലാണ് നടപടി. സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ വ്യാപകമായി മതചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നുവെന്നും LDF പരാതി നൽകിയിട്ടുണ്ട്. ആലപ്പുഴയിൽ തന്റെ ഫ്ലക്സ് ബോർഡുകൾ വ്യാപകമായി നശിപ്പിക്കുന്നുവെന്നാരോപിച്ച് NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ രംഗത്തെത്തി. ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു ഏറ്റുമുട്ടൽ എൻ്റെ പ്രവർത്തകന്മാരും മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാരുമായി ഉണ്ടാക്കാനാണ് ആലപ്പുഴയിലെ മുൻ MP ആരിഫ് പരിശ്രമിക്കുന്നതെങ്കിൽ ഇതിനേക്കാൾ വലിയ കൊലകൊമ്പന്മാരെ കണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തി ഇവിടെ എത്തിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വൃത്തികെട്ട സമീപനങ്ങളിൽ നിന്ന് LDFന്റെ സ്ഥാനാർത്ഥി പിന്നോക്കം പോകണം എന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. 24 തൃശൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ വിജയിക്കുമെന്ന് NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. ജയിക്കാൻ വേണ്ടിയാണ് താൻ തൃശൂരിലെത്തിയത്. ജൂൺ 4 തൃശൂരിന് ഉയിർപ്പാണ് സംഭവിക്കാൻ പോകുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. തീർച്ചയായിട്ടും തൃശൂർ ലോക്സഭാ മണ്ഡലം ഭാരതീയ ജനതാ പാർട്ടിയെ നിങ്ങൾ ഏൽപ്പിക്കുകയാണെങ്കിൽ എടുക്കാൻ തന്നെയാണ് ഇത്തവണ വന്നിട്ടുള്ളത്. മുഖ്യമന്ത്രിയെ പരിഹസിച്ച തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ക്യാപ്റ്റൻ ഇപ്പോൾ ശക്തനല്ല, കാലിനടിയിലെ മണ്ണൊലിച്ചു പോവുകയാണ്. മൂന്നാം മോദി സർക്കാർ അധികാരത്തിലെത്തിയാൽ സഹകരണ മേഖലയ്ക്കായി പ്രത്യേക നിയമം കൊണ്ടുവരുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കോൺഗ്രസിന് വീണ്ടും ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസുകൾ. 2020-22 സാമ്പത്തിക വർഷങ്ങളിലെ ആദായ നികുതിയും പലിശയും പിഴയും അടയ്ക്കാൻ ആവശ്യപ്പെട്ടാണ് നോട്ടീസുകൾ. ആദായ നികുതി വകുപ്പിന്റെ നടപടിക്കെതിരെ രാജ്യവ്യാപക പ്രതിഷേധവും തുടരുകയാണ്. 2020-21, 2021-22 എന്നീ സാമ്പത്തിക വർഷങ്ങളിലെ ആദായ നികുതി, പലിശ, പിഴ എന്നിവ അടയ്ക്കണമെന്നാണ് കോൺഗ്രസിന് ലഭിച്ച ഒടുവിലത്തെ നോട്ടീസിൽ ആവശ്യപ്പെടുന്നത്. ഇന്നലെ വൈകിട്ടാണ് നോട്ടീസ് ലഭിച്ചത്. നോട്ടീസിലെ പിഴത്തുക വ്യക്തമാക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല. ആദായ നികുതി വകുപ്പിന്റെ നടപടിയിൽ ആശ്ചര്യമില്ലെന്ന് പാർട്ടി വക്താവ് ജയറാം രമേശ്. If we don't receive notices, I get surprised. Receiving notices is no longer a shocking or surprising development. In fact, if a day passes without getting a notice, you begin to wonder what is happening. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ആദായ നികുതി വകുപ്പിൽ നിന്ന് കോൺഗ്രസിന് ലഭിക്കുന്ന നോട്ടീസുകളുടെ എണ്ണം 10ആയി. 5 സാമ്പത്തിക വർഷങ്ങളിലെ നികുതി പുനർനിർണയത്തിന്റെ ഭാഗമായി 1823 കോടി രൂപ അടയ്ക്കാൻ ആവശ്യപ്പെട്ടുള്ള നോട്ടീസിൽ നിയമ നടപടിക്കൊരുങ്ങുന്നതിനിടെയാണ് 2 നോട്ടീസുകൾ കൂടി ലഭിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്തെ നടപടി, ചട്ടലംഘനം, BJPയിൽ നിന്ന് നികുതി പിരിക്കാത്തത് എന്നിവ ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് മറ്റന്നാൾ സുപ്രീംകോടതിയെ സമീപിക്കും. ആദായ നികുതി വകുപ്പിന്റെ നടപടിക്കെതിരെ PCCകളുടെ നേതൃത്വത്തിൽ ആദായ നികുതി ഓഫീസുകൾക്ക് മുന്നിൽ ധർണ നടത്തി. അതിനിടെ കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് ലഭിച്ചു. ഇന്നലെ രാത്രിയാണ് നോട്ടീസ് ലഭിച്ചതെന്ന് DK ശിവകുമാർ സ്ഥിരീകരിച്ചു. കേന്ദ്ര സർക്കാർ ഇന്ത്യ സഖ്യത്തിലെ മുഴുവൻ കക്ഷികളുടെയും കയ്യും കാലും കെട്ടിയിടുകയാണെന്ന് KPCC ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ കുറ്റപ്പെടുത്തി. കോൺഗ്രസിലെയും ഇന്ത്യ സഖ്യത്തിലെ കക്ഷികളെയും കയ്യും കാലും കെട്ടിയിട്ടിട്ട് എന്നിട്ട് മോദി നമ്മളെ വെല്ലുവിളിക്കുകയാണ്. 2 കയ്യും 2 കാലും കെട്ടിയിട്ടിരിക്കുകയാണ് BJP ഈ രാജ്യത്തെ കോൺഗ്രസും ഇന്ത്യ സഖ്യത്തിലെ കക്ഷികളെ. അതേസമയം സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയിലുള്ളവരിൽ നിന്ന് 50,000 രൂപ പിരിച്ചെടുക്കാൻ ഒഡീഷ PCC നടപടി ആരംഭിച്ചു. 24 ഡൽഹി. മദ്യനയ അഴിമതി കേസിൽ ആം ആദ്മി പാർട്ടി വീണ്ടും ED കുരുക്കിൽ. മന്ത്രി കൈലാഷ് ഗെഹ്ലോട്ടിനെ ED ചോദ്യം ചെയ്തു. ഇടനിലക്കാരൻ വിജയ് നായരെ സഹായിച്ചുവെന്ന ആരോപണത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുള്ള ഇന്ത്യ സഖ്യത്തിന്റെ റാലി നാളെയാണ്. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ ആം ആദ്മി പാർട്ടി പ്രതിഷേധം ശക്തമാക്കുന്നതിനിടെയാണ് മന്ത്രിസഭയിലെ മറ്റൊരംഗത്തെ കൂടി ED ചോദ്യം ചെയ്തത്. കേസിലെ ഇടനിലക്കാരനായി പ്രവർത്തിച്ച വിജയ് നായരെ സഹായിച്ചെന്നാണ് കൈലാഷ് ഗെഹ്ലോട്ടിനെതിരെ ഉയർന്ന ആരോപണം. ഡ്രാഫ്റ്റ് തയ്യാറാക്കിയ പാനലിന്റെ ഭാഗമായിരുന്നു കൈലാഷ് എന്നും EDക്ക് ലഭിച്ച വിവരം. കൈലാഷ് ഗെഹ്ലോട്ട് നിരന്തരം ഫോൺ നമ്പറുകൾ മാറ്റിയെന്നും ED വ്യക്തമാക്കി. ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ താൻ ഭാഗമായിട്ടില്ലെന്ന് 5 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം കൈലാഷ് ഗെഹ്ലോട്ട് പറഞ്ഞു. I have never been part of the campaign as such. और गोवा में के बारे में मुझे कुछ आइडिया नहीं है और इसके मतलब मेरी नॉलेज में नहीं है कोई भी चीज़ कि गोवा में कौन स्टेट इंचार्ज था या कौन प्रभारी था या क्या वहाँ एक्टिविटी चल रही थी. EDയുടെ കണ്ടെത്തൽ ആം ആദ്മി പാർട്ടിയെ കൂടുതൽ കുരുക്കിലാക്കുന്നതാണ്. മന്ത്രിസഭയിലെ മറ്റൊരംഗം കൂടി അറസ്റ്റിലേക്ക് കടന്നാൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പാർട്ടി പ്രതിസന്ധിയിലാകും. ഇന്ത്യ സഖ്യത്തിന്റെ റാലിയിൽ പങ്കെടുക്കാനായി ഡൽഹിയിലെത്തിയ ഹേമന്ത് സോറന്റെ ഭാര്യ കൽപ്പന സോറൻ സുനിത കെജ്രിവാളുമായി കൂടിക്കാഴ്ച നടത്തി. ജാർഖണ്ഡിന് സമാനമായ സാഹചര്യമാണ് ഡൽഹിയിലെന്നും സുനിതയ്ക്ക് പിന്തുണ നൽകി കൽപ്പന സോറൻ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നാളത്തെ റാലി ശക്തിപ്രകടനമാക്കി മാറ്റാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ നീക്കം. 24 ഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 8ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. ഒഡീഷ, പഞ്ചാബ്, ബംഗാൾ സംസ്ഥാനങ്ങളിലെ
സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആം ആദ്മി പാർട്ടിയിൽ നിന്ന് BJPയിലെത്തിയ സുശീൽ കുമാർ റിങ്കു ജലന്ധറിൽ നിന്ന് മത്സരിക്കും. കോൺഗ്രസിൽ നിന്നെത്തിയ സിറ്റിംഗ് MP രവനീത് സിംഗ് ബിട്ടു ലുധിയാനയിൽ മത്സരിക്കും. കൊലപാതക രാഷ്ട്രീയവും സമകാലിക വിഷയങ്ങളും ചർച്ച ചെയ്ത് വടകരയിൽ 24 സംഘടിപ്പിച്ച ഇവിടെ രാഷ്ട്രീയം പറയാം. എല്ലാ അക്രമ രാഷ്ട്രീയവും ചർച്ച ചെയ്യുമെങ്കിൽ തെരഞ്ഞെടുപ്പിൽ TP വധവും ചർച്ച ചെയ്യാമെന്ന് LDF പ്രതിനിധി പറഞ്ഞു. CA നടപ്പാക്കില്ലെന്ന് പിണറായി വിജയൻ പറയുന്നത് വെറും വാക്കെന്നായിരുന്നു UDF പ്രതിനിധിയുടെ പ്രതികരണം. ആര് പണം തന്നാലും വാങ്ങുമെന്നായിരുന്നു BJP പ്രതിനിധിയുടെ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട മറുപടി. തെരഞ്ഞെടുപ്പ് ചൂടുപോലെ തന്നെ വാശിയേറിയ രാഷ്ട്രീയ ചർച്ചയായിരുന്നു വടകര ലോക്സഭാ മണ്ഡലത്തിലേത്. കെ മുരളീധരന്റെ തൃശൂരിലേക്കുള്ള ചുവടുമാറ്റത്തിൽ തുടങ്ങി വടകര മണ്ഡലത്തിലെ വികസനം, അക്രമ രാഷ്ട്രീയം, ഇലക്ട്രൽ ബോണ്ട്, പൗരത്വ നിയമ ഭേദഗതി, പെൻഷൻ തുടങ്ങി ചർച്ചയിൽ നിറഞ്ഞു നിന്നത് നിരവധി വിഷയങ്ങൾ. ന്യൂനപക്ഷങ്ങളെ രക്ഷിക്കാൻ ഷാഫി പറമ്പിൽ വടകരയിൽ ജയിക്കണമെന്ന് UDF പ്രതിനിധി പാറക്കൽ അബ്ദുള്ള. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലൊക്കെ ഞങ്ങളാണ് ഇതിനെതിരെ അതിശക്തമായ സമരവുമായി വന്നത്. TP ചന്ദ്രശേഖരൻ വധം ചർച്ചയായപ്പോൾ അത് ബഹളവുമായി. TP ചന്ദ്രശേഖരൻ യഥാർത്ഥ സഖാവിനെ 51 വെട്ടി കൊന്നൊടുക്കി. അക്രമ രാഷ്ട്രീയം ചർച്ച ചെയ്യുമെങ്കിൽ TP വധവും ചർച്ച ചെയ്യാമെന്നായിരുന്നു LDF പ്രതിനിധി PK ദിവാകരന്റെ മറുപടി. ഈ കോട്ടപ്പറമ്പിലാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥിയുടെ കൂടെ നിഖിൽ പൈലി നടന്നത്. ആ ധീരജിനെ കൊലപ്പെടുത്തിയത് ചർച്ച ചെയ്യും. ഈ നാട്ടിൽ നിരവധി CPM പ്രവർത്തകരെ കൊന്നത് ചർച്ച ചെയ്യും. ഇലക്ട്രൽ ബോണ്ടിലേക്ക് ചർച്ചയെത്തിയപ്പോൾ തർക്കം ഒന്നുകൂടി മുറുകി. ലോകം കണ്ട ഏറ്റവും വലിയ അഴിമതിയായ ഇലക്ട്രൽ ബോണ്ടിനെ ദാവൂദ് ഇബ്രാഹിം തന്നാലും പണം വാങ്ങുമെന്നായിരുന്നു BJP പ്രതിനിധിയുടെ മറുപടി. BJP വെളിപ്പെടുത്തിയോ? ധൈര്യമുണ്ടോ? മേധേന്ന് പണം വാങ്ങിയില്ലേ? മേഘേന്ന് പണം വാങ്ങിയില്ലേ? ശരത് റെഡ്ഡിയുടെ പണം വാങ്ങിയില്ലേ? സർ കെജ്രിവാളിന്റെ ഏക മാപ്പ് സാക്ഷി 59 കോടിയാ മേടിച്ച BJP. KYC ഉള്ള ഏത് പ്രസ്ഥാനത്തൊന്നും ഏത് വ്യവസായത്തിനും പഴിച്ചാവുന്ന എന്താ തെറ്റ്? ദാവൂദ് ഇബ്രാഹിം വാങ്ങോ? ദാവൂദ് ഇബ്രാഹിം വാങ്ങിയത് വരും. കേന്ദ്രവിഹിതം കിട്ടാത്തതും അതിന് നിർമ്മലാ സീതാരാമൻ നൽകിയ മറുപടിയും ചർച്ചയായി. കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ സംവാദം നാളെ ബീച്ച് ഫ്രീഡം സ്ക്വയറിന് സമീപം നടക്കും. 24 കോഴിക്കോട്. സുപ്രീം കോടതി ഉത്തരവിന് മുന്നോടിയായി കൂടുതൽ ഇലക്ട്രൽ ബോണ്ടുകൾ വിതരണം ചെയ്യാൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചതിന്റെ തെളിവുകൾ പുറത്ത്. 1 കോടി രൂപ മൂല്യമുള്ള 10,000 ഇലക്ട്രൽ ബോണ്ടുകൾ അച്ചടിക്കാൻ ധനമന്ത്രാലയം അനുമതി നൽകിയിരുന്നു. സെക്യൂരിറ്റി പ്രിന്റിംഗ് ആൻഡ് മിന്റിംഗ് കോർപ്പറേഷനായിരുന്നു അച്ചടി ചുമതല. ഇലക്ട്രൽ ബോണ്ട് സുപ്രീം കോടതി റദ്ദാക്കി 2 ആഴ്ചയ്ക്ക് ശേഷം മാത്രമാണ് അച്ചടി നിർത്താൻ സർക്കാർ നിർദ്ദേശിച്ചത്. SPM CAL-ഉം SBI-യും തമ്മിലുള്ള ആശയവിനിമയ രേഖകൾ സുപ്രീം കോടതി ഉത്തരവിന് മുന്നോടിയായി കൂടുതൽ ഇലക്ട്രൽ ബോണ്ടുകൾ വിതരണം ചെയ്യാൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചതിന്റെ തെളിവാണ്. കത്തിടപാടുകളിലും ഇമെയിലുകളിലും ഫയൽ നോട്ടിങ്ങുകളിലും സുപ്രീം കോടതി ഉത്തരവിന് 3 ദിവസം മുൻപ് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത് 10,000 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകളാണെന്ന് വ്യക്തം. വിവരാവകാശ നിയമപ്രകാരം ദേശീയ മാധ്യമമായ ഇന്ത്യൻ എക്സ്പ്രസിനാണ് ഇത് സംബന്ധിച്ച വിവരം ലഭിച്ചത്. SPM CAL ഇതിനകം 8,350 ബോണ്ടുകൾ അച്ചടിച്ച് SBIക്ക് നൽകിയിട്ടുണ്ടെന്നും രേഖകൾ വ്യക്തമാക്കുന്നു. ഇലക്ട്രൽ ബോണ്ട് സംവിധാനത്തിന്റെ തുടക്കം മുതൽ 22,217 ഇലക്ട്രൽ ബോണ്ടുകളാണ് SPM CAL വഴി പ്രസിദ്ധീകരിച്ചത്. ഇതിൽ BJPക്ക് 8,451 കോടി രൂപ ലഭിച്ചപ്പോൾ കോൺഗ്രസിന് 1,950 കോടിയും തൃണമൂൽ കോൺഗ്രസിന് 1,707.81 കോടിയും BRSന് 1,407.30 കോടിയും ലഭിച്ചു എന്നും രേഖകൾ പറയുന്നു. ഫെബ്രുവരി 8-ന് SBIയിൽ നിന്ന് ലഭിച്ച മെയിൽ ഇലക്ട്രൽ ബോണ്ടുകളുടെ പ്രിന്റിംഗ് നിർത്തിവെക്കാൻ നിർദ്ദേശിക്കുന്നതാണ്. ജനുവരി 12-ലെ കത്ത് പ്രകാരം നിർദ്ദേശിച്ച ശേഷിച്ച 1,650 ഇലക്ട്രൽ ബോണ്ടുകളുടെ അച്ചടി നിർത്തിവെക്കാനാണ് അഭ്യർത്ഥന. R. രാധാകൃഷ്ണൻ, 24, ഡൽഹി. നർത്തകൻ ഡോക്ടർ RLV രാമകൃഷ്ണനെതിരായ അധിക്ഷേപ പരാമർശത്തിൽ സത്യഭാമയുടെ പേരിൽ പോലീസ് കേസെടുത്തു. തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് കേസെടുത്തത്. SC/ST പീഡന നിരോധന നിയമം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട്. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, വിശദാംശം.
രജിത്ത്, ഈ അപമാനിച്ചെന്ന പരാതിയിൽ RV രാമകൃഷ്ണൻ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ചാലക്കുടി പോലീസിൽ ഒരു പരാതി നൽകിയിരുന്നു. ഈ പരാതി അതിനുശേഷം തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറുകയും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസിന് ഈ പരാതി കൈമാറുകയും ചെയ്തതിനെ തുടർന്നാണ് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു കേസ് എടുത്തിട്ടുള്ളത്. SC/ST പീഡന നിരോധന നിയമം ഉൾപ്പെടെയുള്ള കുറ്റം ഇതുമായി ബന്ധപ്പെട്ട് ചുമത്തിയിട്ടുണ്ട്. മാത്രമല്ല, രാമകൃഷ്ണന്റെ നിറത്തെയും മോഹിനിയാട്ടത്തെയും അധിക്ഷേപിച്ചു എന്നുള്ളതായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട അധിക്ഷേപിച്ചായിരുന്നു സത്യഭാമയുടെ പ്രതികരണം. ഈ പ്രതികരണവുമായി ബന്ധപ്പെട്ടാണ് RV രാമകൃഷ്ണൻ പരാതി നൽകിയത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട മന്ത്രിമാരും അതേപോലെ തന്നെ രാഷ്ട്രീയ പ്രമുഖരും സാംസ്കാരിക പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ തരത്തിൽ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. പിന്നീട് സർക്കാർ തന്നെയാണ് ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കട്ടെ, അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കട്ടെ എന്നുള്ളൊരു തീരുമാനമെടുത്തത്. രജിത്ത്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. സത്യഭാമയ്ക്കെതിരെ കേസെടുത്ത് പോലീസ്. ഇറാനിയൻ മത്സ്യബന്ധന കപ്പൽ റാഞ്ചിയ 9 കടൽ കൊള്ളക്കാരെ ഇന്ത്യൻ നാവികസേന കസ്റ്റഡിയിലെടുത്തു. കടൽക്കൊള്ളക്കാരുമായി നാവികസേനാ സംഘം ഇന്ത്യൻ തീരത്തേക്ക് യാത്ര തിരിച്ചു. രക്ഷപ്പെട്ട പാകിസ്ഥാൻ സ്വദേശികളായ മത്സ്യത്തൊഴിലാളികൾ നാവികസേനയ്ക്ക് നന്ദി അറിയിച്ചു. ഇന്നലെ വൈകിട്ടോടെയാണ് അറബിക്കടലിൽ വെച്ച് ഇറാനിയൻ മത്സ്യബന്ധന കപ്പലായ അൽ ക്യാമ്പർ സൊമാലിയൻ കടൽക്കൊള്ളക്കാർ റാഞ്ചിയത്. ഇതേക്കുറിച്ച് വിവരം ലഭിച്ച ഇന്ത്യൻ നാവികസേന ദൌത്യത്തിനായി INS സുമീധ, INS തൃശൂൽ എന്നീ യുദ്ധക്കപ്പലുകളെ നിയോഗിച്ചു. 12 മണിക്കൂർ നീണ്ട ദൌത്യത്തിനൊടുവിലാണ് കടൽക്കൊള്ളക്കാരിൽ നിന്ന് കപ്പൽ മോചിപ്പിച്ചത്. കപ്പൽ ജീവനക്കാരുടെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കപ്പൽ യാത്ര ആരംഭിക്കും. കപ്പലിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത 9 കടൽ കൊള്ളക്കാരുമായുള്ള നാവികസേനാ സംഘം ഇന്ത്യൻ തീരത്തേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. ഇവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നാണ് നാവികസേന അറിയിച്ചത്. കടൽ കൊള്ളക്കാരുടെയും രക്ഷപ്പെടുത്തിയ പാകിസ്ഥാൻ പൗരന്മാരുടെയും ചിത്രങ്ങൾ നാവികസേന സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവച്ചു. രക്ഷപ്പെട്ട പാകിസ്ഥാൻ സ്വദേശികളായ കപ്പൽ ജീവനക്കാർ നാവികസേനയ്ക്ക് നന്ദി അറിയിച്ചു. 23 മത്സ്യത്തൊഴിലാളികളാണ് കപ്പലിലുണ്ടായിരുന്നത്. 24 ഡൽഹി. നാളെ ഈസ്റ്റർ. ഈസ്റ്ററിനെ വരവേൽക്കാനൊരുങ്ങിയ വിശ്വാസികൾ യേശുക്രിസ്തുവിന്റെ ഉയിർത്തെഴുന്നേൽപ്പ് ഓർമ്മകൾ പുതുക്കി ദേവാലയങ്ങളിൽ ഉയിർപ്പ് ശുശ്രൂഷകൾക്ക് തുടക്കമായി. കരിങ്ങാച്ചിറ സെന്റ് ജോർജ് യാക്കോബായ കത്തീഡ്രലിൽ നിന്ന് വിനീത VG വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിനീത, ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ, ഉയർപ്പ് ശുശ്രൂഷകളൊക്കെ നടക്കുകയാണ്. വിനീത നിൽക്കുന്ന കരിങ്ങാച്ചിറയിൽ നിന്നുള്ള കാഴ്ചകൾ എന്താണ് വിനീത? കരിങ്ങാച്ചിറ സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ നടന്ന ഉയർപ്പ് പെരുന്നാൾ ശുശ്രൂഷകൾക്ക് മലങ്കര മെത്രാപ്പൊലീത്ത ജോസഫ് മാർ ഗ്രിഗോറിയസ് ആണ് കാർമ്മികത്വം നൽകിയത്. ചടങ്ങുകൾ ഇപ്പോൾ അതിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. മെത്രാപ്പൊലീത്ത ജോസഫ് മാർ ഗ്രിഗോറിയസ് അല്പസമയം മുൻപാണ് ഈ വിശ്വാസികൾക്ക് ഈസ്റ്റർ സന്ദേശം നൽകിയത്. അതിനുശേഷം ഇപ്പോൾ മറ്റു ചടങ്ങുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് എല്ലാ പള്ളികളിലും പ്രത്യേക പാതിരാ കുർബാനയും ഒപ്പം തന്നെ വിശേഷ കർമ്മങ്ങളുമൊക്കെ ഉണ്ടാകും. നിരവധി വിശ്വാസികളാണ് ഈ രാത്രി ഈ പാതിരാ കുർബാനയ്ക്കും മറ്റുമായി ഇവിടെ എത്തിയിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ അനുസ്മരിച്ചുകൊണ്ട് ക്രൈസ്തവ സമൂഹം നാളെ ഈസ്റ്റർ ആഘോഷിക്കുകയാണ്. അതിന് മുൻപായാണ് ഇന്ന് പ്രത്യേക പാതിരാ കുർബാനയുള്ളത്. എറണാകുളത്തെ എല്ലാ പള്ളികളിലും പ്രത്യേക കുർബാനയും അതോടൊപ്പം തന്നെ പ്രാർത്ഥനാ ചടങ്ങുകളുമുണ്ട്. കരിങ്ങാച്ചിറ സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയൊരു വിശ്വാസ സമൂഹം തന്നെയാണ് ഇവിടെ ഈ രാത്രിയിലെ ഈ കുർബാനയിൽ പങ്കെടുക്കുന്നതിനായി ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ ഉയർപ്പ് പെരുന്നാൾ ശുശ്രൂഷകൾക്ക് മലങ്കര മെത്രാപ്പൊലീത്ത ജോസഫ് മാർ ഗ്രിഗോറിയസ് ആണ് കാർമ്മികത്വം വഹിക്കുന്നത്. വിനീത VG വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈസ്റ്ററിനെ വരവേൽക്കാനൊരുങ്ങുന്നു വിശ്വാസികൾ. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ഓർമ്മകൾ പുതുക്കി ദേവാലയങ്ങളിൽ പ്രത്യേക ചടങ്ങുകൾ, ഉയർപ്പ് ശുശ്രൂഷകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പള്ളികളിൽ നിന്നുള്ള ദൃശ്യങ്ങളും കാഴ്ചകളുമൊക്കെ വരും മണിക്കൂറുകളിലും നമുക്ക് സംപ്രേഷണം ചെയ്യേണ്ടതുണ്ട്. കരിങ്ങാച്ചിറ സെന്റ് ജോർജ് യാക്കോബായ കത്തീഡ്രലിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു വിനീത VG. കൊച്ചിയിൽ വീണ്ടും കേബിൾ കുരുങ്ങിയ അപകടം. കറുകപ്പള്ളിയിൽ കേബിളിൽ കുരുങ്ങി സൈക്കിൾ യാത്രികനായ +2 വിദ്യാർത്ഥിയുടെ കൈവിരൽ അറ്റുതൂങ്ങി. കറുകപ്പള്ളി സ്വദേശി അബ്ദുൽ ഹസനാണ് പരിക്കേറ്റത്. ഇന്നലെ ഉച്ചയോടെ കറുകപ്പള്ളി എളമക്കര റോഡിലായിരുന്നു അപകടം.
സൈക്കിളിൽ യാത്ര ചെയ്തിരുന്ന അബുൽ ഹസന്റെ കൈയിലും സൈക്കിൾ ഹാൻഡിലുമായി കേബിൾ കുരുങ്ങുകയായിരുന്നു. അപകടത്തിൽ അറ്റുതൂങ്ങിയ കൈവിരൽ ശസ്ത്രക്രിയയിലൂടെ തുന്നിച്ചേർത്തു. ഹാൻഡിലും കയ്യിലും കൂടെ ചുറ്റി മോതിരം ഉണ്ടായി കയ്യിൽ. അപ്പം വലിഞ്ഞ് വീഴണ സമയത്ത് വലിഞ്ഞപ്പോൾ ഇതും ഇവിടെ മുതൽ ഇവിടം വരെയും എല്ല് കാണായിരുന്നു. എനിക്ക് രണ്ട് നരമ്പ് ഡാമേജായി, ടിഷ്യൂ ഡാമേജായി. അപ്പം പിന്നെ ഇത് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിക്കാത്തപ്പോൾ ഇത് കയ്യിൽ കുടുങ്ങിയപ്പോൾ നേരത്തെ അവിടെയല്ല കറുവപ്പള്ളി പല ഭാഗത്തും ഇങ്ങനെ കിടക്കാറുണ്ട്. ഇനി വേറൊരാൾക്ക് ഇങ്ങനെ ഒന്നും ഉണ്ടാവരുത്. പ്രദേശത്ത് അപകടകരമായ രീതിയിൽ കേബിളുകൾ തൂങ്ങിക്കിടക്കുന്നത് സംബന്ധിച്ച റെസിഡൻസ് അസോസിയേഷനുകൾ പരാതി നൽകിയിരുന്നതായി അബുൽ ഹസന്റെ പിതാവ് ഷാഫി പറഞ്ഞു. സൈക്കിൾ ആലുവാണ് കുടുങ്ങി. ഞാൻ ഉണ്ടായാലും ഒറ്റക്കായിരുന്നു. കുടുങ്ങിയിട്ട് കേബിൾ മുറുകി ഈ മോതിരം എല്ലാം കൂടി കട്ടായി. വല്ല് കട്ടായിട്ടെന്ന് വെച്ചാൽ എല്ല് തൂങ്ങിക്കിടങ്ങായിരുന്നു. മൊത്തത്തിൽ മേഖല എല്ലായിടത്തും കേബിളാണ്. റോഡ് മുഴുവൻ കേബിളാണ്. ഞാൻ പലയിടത്തും വെച്ച് കാണുമ്പോൾ കെട്ടി വെക്കാറുണ്ട്. നമ്മുടെ മോനിക്ക് അപകടം വരുമ്പോഴൊക്കെ അതിശയമുള്ള പരാതി ഇവിടെ DRK എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു കൂട്ടായ്മ സംഘടനയുണ്ട്. ഞങ്ങൾ ഒരുപാട് ആൾക്കാർ ഒരുപാട് വാർത്ത ഇട്ട് നോക്കി. ഒരുപാട് നമ്മൾ കേബിൾ കട്ട് ചെയ്ത് പിന്നെ ആവശ്യമില്ലാത്ത കേബിൾ കട്ട് ചെയ്ത് പിന്നെ നമ്മൾക്കത് പ്രശ്നമാവില്ല. അത് ആരും ചെയ്യാനും മുന്നോട്ട് വന്ന വലിയ ഉപകാരമായിരിക്കും. ഇതിപ്പോൾ എൻ്റെ മോനിക്കൊരാൾക്ക് സംഭവിക്കരുത്, മക്കൾക്ക് ഉണ്ടാകാൻ പാടില്ല. അപകടകരമായ രീതിയിൽ റോഡിൽ താഴ്ന്നു കിടക്കുന്ന കേബിളുകൾ നീക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഈ ഉത്തരവ് നിലനിൽക്കെയാണ് വീണ്ടും കേബിൾ കുരുങ്ങിയുള്ള അപകടങ്ങൾ തുടർക്കഥയാകുന്നത്. 24 കൊച്ചി. കണ്ണൂർ പയ്യാമ്പലത്ത് CPIM നേതാക്കളുടെ സ്മൃതി കുടീരങ്ങൾ വികൃതമാക്കിയ സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ. കണ്ണൂർ ചാല സ്വദേശി ഷാജിയാണ് അറസ്റ്റിലായത്. അതിക്രമത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ല എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പയ്യാമ്പലത്തെ സ്മൃതി കുടീരങ്ങളുടെ സമീപത്ത് പ്രതിയുടെ സംശയകരമായ സാന്നിധ്യമാണ് കേസിൽ നിർണായകമായത്. കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തതോടെ പ്രതി കുറ്റം സമ്മതിച്ചു. മേഖലയിൽ വർഷങ്ങളായി അലഞ്ഞുതിരിഞ്ഞ് ഉപേക്ഷിച്ച കുപ്പികളും ആക്രി സാധനങ്ങളും ശേഖരിച്ച് വിൽപ്പന നടത്തുന്ന ആളാണ് കണ്ണൂർ ചാല സ്വദേശി ഷാജി. 20 വർഷമായി നാടുമായോ വീടുമായോ ബന്ധമില്ല. കടത്തിണ്ണകളിലാണ് അന്തിയുറക്കം. മദ്യലഹരിയിലായിരുന്നു പ്രതി ശേഖരിച്ച കുപ്പികളിലുണ്ടായിരുന്ന പഴകിയ ശീതളപാനീയം സ്മൃതി കുടീരങ്ങളിൽ ഒഴിച്ചത്. EK നായനാർ, കോടിയേരി ബാലകൃഷ്ണൻ, ചടയൻ ഗോവിന്ദൻ, O ഭരതൻ എന്നീ CPIM നേതാക്കളുടെ സ്മൃതി കുടീരങ്ങളാണ് ദ്രാവകമൊഴിച്ച് വികൃതമാക്കിയത്. കൃത്യം നടത്തിയതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ലെന്ന് പോലീസ് വ്യക്തമാക്കി. CPIM നേതാക്കളുടെ സ്മൃതി കുടീരങ്ങളിൽ മാത്രം ദ്രാവകം ഒഴിച്ചത് ആസൂത്രിതമെന്ന സംശയത്തിനിടയാക്കിയിരുന്നു. ശാസ്ത്രീയ പരിശോധനയിൽ ശീതളപാനീയം തന്നെയാണ് ഒഴിച്ചതെന്ന് കണ്ടെത്തിയതും കേസിൽ നിർണായകമായി. 24 കണ്ണൂർ. വന്ദേ ഭാരത് എക്സ്പ്രസിന് നേരെ വീണ്ടും കല്ലേറ്. കൊല്ലം ഇരവിപുരത്തിന് സമീപത്ത് വെച്ചാണ് കല്ലേറുണ്ടായത്. ട്രെയിനിന്റെ ചില്ലുകൾക്ക് വിള്ളലുണ്ടായി. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിർത്തി പരിശോധന നടത്തിയ ശേഷമായിരുന്നു യാത്ര തുടർന്നത്. സംഭവത്തിൽ റെയിൽവേ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരത്തേക്ക് പോവുകയായിരുന്ന ട്രെയിനിന് നേരെയാണ് കല്ലേറ് ഉണ്ടായത്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ പൂർത്തിയാവുകയാണ്. നമസ്കാരം.